നമസ്കാരം. കണ്ണൂർ നഗരത്തിനടുത്തെ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് കേസ് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമേ മരണകാരണം എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കേസിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർ വളപട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വളപട്ടണം SIയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മാസം മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ. തമിഴ്നാട് സ്വദേശികളായ അക്കമ്മൽ മുത്തു ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നുവെന്നാണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കൂലിപ്പണിക്കാരാണ് ഈ ദമ്പതികൾ. ഇവരെ കൂടാതെ ക്വാർട്ടേഴ്സിൽ ഇവർക്കൊപ്പം ജ്യേഷ്ഠന്റെ മക്കളും താമസിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജില്ലാ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങുകയായിരുന്നു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരുടെയും മൂന്നാമത്തെ കുഞ്ഞിനെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കാണാതാവുന്നത്. തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. 12 മണിയോടെ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കുഞ്ഞിന്റെ പിതാവിനെയും മാതാവിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 3 കുട്ടികളും അച്ഛനും അമ്മയുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ACP TA രത്നകുമാർ പറഞ്ഞത്. ഇതിന് സമാനമായ സംഭവമായിരുന്നു ബാലരാമപുരത്ത് കാണാതായ 2 വയസ്സുകാരുടെ മരണം. മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആയിരുന്നു മരിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം കിടന്നുറങ്ങിയ ദേവേന്ദുവിനെ രാവിലെ കാണാനില്ലെന്നായിരുന്നു പരാതി. പിന്നീട് പോലീസും അഗ്നിരക്ഷാ സേനയും നടത്തിയ അന്വേഷണത്തിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായിരുന്നു പോലീസിനെ സംശയത്തിലാഴ്ത്തിയത്. സംഭവ ദിവസത്തിന് 2 ദിവസം മുമ്പ് ഇതേ വീട്ടുകാർ 30 ലക്ഷം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നും സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല. കുഞ്ഞിൻ്റേത് കൊലപാതകമെന്ന് ഉറപ്പിച്ച പോലീസ് 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അമ്മയുടെ അമ്മയെയും സഹോദരനെയുമായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്.